വയനാട് ദുരന്തമുണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ബജറ്റാണ്. അപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ കേന്ദ്രാവഗണന തുടരുന്നതിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഇപ്പോഴും കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വയനാടിന് മാത്രമായി ഒരു പാക്കേജ് ഉണ്ടാകുമോ? വിഴിഞ്ഞം നമുക്ക് കുറെ കൂടി അതിൻ്റെ വികസനത്തിൽ ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുമോ എന്നുള്ള ആലോചിക്കണം. അടിസ്ഥാന സൗകര്യ വികസനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എയിംസ് അടക്കമുള്ള അപ്പോൾ കഴിഞ്ഞ ഒരു നിർമ്മലാ സീതാരാമൻ തന്നെ അവതരിപ്പിച്ച 8 ബജറ്റുകൾ, ആ 8 ബജറ്റുകളും കേരളത്തോടുള്ള കൃത്യമായ അവഗണന നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും, അതോ അതിലെന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ടോ സാജു? പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും സൈഫുദ്ദീൻ കേരളത്തിന് ഒരുപാടുണ്ട്. പക്ഷേ മുൻകാല അനുഭവങ്ങൾ കേരളത്തിന് അത്ര അനുകൂലമൊന്നുമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് വസ്തുത. ജൽസാമീറിൽ ചേർന്നിരുന്ന സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് തന്നെ കേരളത്തിന് എന്തു വേണമെന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളത്തിനായി വേണമെന്ന ആവശ്യമായിരുന്നു സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ മുന്നോട്ട് വെച്ചിരുന്നത്. അതിന് വളരെ കൃത്യമായ കാരണങ്ങൾ സംസ്ഥാനത്തിനുണ്ടായിരുന്നു. അത് അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണം എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ പല നിബന്ധനകളും കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഫ്ബിയും അതുപോലെ പെൻഷൻ കമ്പനിയും ഒക്കെ എടുത്തിരിക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമാക്കി മാറ്റുകയുണ്ടായിരുന്നു. അത് ശരിക്കും ബജറ്റിന് പുറത്തുള്ള ബോറോവിംഗ് എന്ന നിലയ്ക്കായിരുന്നു സംസ്ഥാനം അതിനെ കണക്കുകൂട്ടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ നമുക്കറിയാം, സിയാൻഡേജിയുടെയൊക്കെ റിപ്പോർട്ടിൽ അത് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് വന്നപ്പോൾ ആ തുക കൂടി കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കടമെടുപ്പിന്റെ പരിധി 3.5% ഉയർത്തണം. ഒപ്പം അതിനൊരു പരിധിയും വെക്കാൻ പാടില്ല, അതിന് പരിധിയല്ല, അതിന് ഉപാധികൾ വെക്കാൻ പാടില്ല എന്ന ആവശ്യം കേരളം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ വയനാടിനായി 2,000 കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. അതിതീവ്ര ദുരന്തത്തിന്റെ പട്ടികയിൽ വയനാട് ദുരന്തത്തെ, മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ കേന്ദ്രം പെടുത്തിയെങ്കിലും അതിനനുസൃതമായ സഹായം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നിർമ്മലാ സീതാരാമന്റെ ഈ ബജറ്റിൽ വയനാട് സംബന്ധിച്ച ഒരു പാക്കേജ് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടുമോ എന്ന കാര്യത്തിൽ കിട്ടുന്നതിനനുസരിച്ച് കൂടിയായിരിക്കും ആ പുനരധിവാസ പ്രവർത്തനങ്ങളെ വേഗത്തിൽ കൊണ്ടുപോകാൻ സംസ്ഥാനത്തിന് കഴിയുക എന്ന വസ്തുത കൂടി ബാക്കി നിൽപ്പുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി 5,000 കോടി രൂപയുടെ ഒരു പാക്കേജ് കൂടി കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് കേന്ദ്രം ചില നിബന്ധനകൾ വെച്ചിരുന്നു. അതൊരു വായ്പയായി മാത്രമേ കഴിയൂ എന്ന നിലപാട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എടുത്തിരുന്നു. അതിന് മാറ്റം വേണം എന്ന ആവശ്യവും കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. VGF നൽകുന്നത്, അത് VGF എന്ന് പറയുന്നത് അതൊരു ഗ്രാൻഡായി നൽകിക്കൊണ്ടിരുന്നതാണ്. അത് അങ്ങനെ തന്നെ തരണം. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖങ്ങൾക്ക് വായ്പ എന്ന നിലയ്ക്കല്ല നൽകിയത്. അതേ ആനുകൂല്യം കേരളത്തിന് നൽകണം. അതിന് കേരളം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തുറമുഖം ഇരിക്കുന്നത് കേരളത്തിലാണെങ്കിലും അതിൻ്റെ ഗുണവും അതിൻ്റെ ഒപ്പം തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതവും കേന്ദ്രത്തിനു കൂടി ഉള്ളതാണ് എന്ന കാര്യം കേരളം ഓർമ്മപ്പെടുത്തുന്നു. തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേർന്ന വരുമാനത്തിന്റെ കണക്കുകൾ കൂടി കേരളം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം ഈ 5,000 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെടുന്നത് അനുബന്ധ വികസനം തുറമുഖത്തിന് ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റോഡ്, റെയിൽ കണക്ടിവിറ്റി അടക്കമുള്ളവ സാധ്യമാവേണ്ടതുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിഴിഞ്ഞത്തിന് 5,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് അനുവദിച്ച 0.5% അധിക വായ്പാനുമതി തുടരണം എന്ന ആവശ്യമാണ്. അതായത് ഊർജ്ജ മേഖലയിൽ സാങ്കേതികമായി നമ്മൾ മുന്നോട്ട് പോകുന്നതിന്, ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 0.5% വായ്പ എടുക്കാൻ നമുക്ക് കേരളത്തിന് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു. അത് ഇത്തവണയും തുടരണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ മറ്റൊരു ആവശ്യം. ഒപ്പം GST നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം 12,000 കോടി രൂപയോളമുള്ള വരുമാനത്തിൻ്റെ കുറവ് സംസ്ഥാനത്തിന് GST നടപ്പിലാക്കിയത് മൂലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നികത്താൻ GST നഷ്ടപരിഹാരം നേരത്തെ വ്യവസ്ഥ
ചെയ്തിരുന്നത് 5 വർഷത്തേക്കാണ്. അത് 5 വർഷത്തിന് ശേഷം അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് പോരാ, അതുമായി കൂടുതൽ മുന്നോട്ട് പോകണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രവാസികൾ കൂടുതൽ ഉള്ള സംസ്ഥാനം എന്ന നിലയ്ക്ക് പ്രവാസി വെൽഫെയർ ബോർഡിന് 300 കോടി ലഭ്യമാക്കണം. തീരെ ശോഷണം തടയാനായി 2329 കോടി രൂപ വേണമെന്ന ആവശ്യമുണ്ട്. മനുഷ്യമൃഗ സംഘർഷം തടയാൻ 1000 കോടി രൂപയുടെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകണം, അങ്ങനെ പണം അനുവദിക്കണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ മനുഷ്യമൃഗ സംഘർഷം കൂടി വരുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം റബ്ബർ വിലസ്ഥിരതാ ഫണ്ടായി ഒരു 1000 കോടി രൂപ മാറ്റിവെക്കണം. അങ്കിലെയാണെങ്കിൽ സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് കൂടി അതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ്. ഒപ്പം നെല്ല് സംഭരണം ശക്തിപ്പെടുത്താൻ 2000 കോടി രൂപ സംസ്ഥാനത്തിന് വേണമെന്ന ആവശ്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണത്തിന് 2117 കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിക്കണം. ഒപ്പം റെയിൽ വികസന പദ്ധതികൾ പരിഗണിക്കണം. കൂടുതൽ ട്രെയിനുകൾ വേണം. അതേക്കാൾ കേരളം ഊന്നൽ നൽകുന്നത് പാത ഇരട്ടിപ്പിക്കലിന്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കുറേ ഭാഗങ്ങൾ ഇനിയും സംസ്ഥാനത്ത് പൂർത്തീകരിക്കാനുണ്ട്. അതിന് കൂടുതൽ തുക കേന്ദ്രം അനുവദിക്കണം എന്നതാണ് ഒരാവശ്യം. ഒപ്പം തന്നെ പരമ്പരാഗത വ്യവസായങ്ങളുടെ നവീകരണത്തിനായി സഹായം വേണം. RCCയുടെ വികസനത്തിന് 1293 കോടി രൂപ വേണം. മുതിർന്ന ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി 3940 കോടി രൂപ ലഭ്യമാക്കണം. അതായത് വയോജനങ്ങൾ അല്ലെങ്കിൽ ആയുർദൈർഘ്യം സംസ്ഥാനത്ത് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അവരുടെ കെയർ അവർക്ക് നൽകുന്നതിന് ആവശ്യമായ രീതിയിൽ പുതിയ പദ്ധതികൾ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള തുക നൽകണം. കാരണം കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ യൂറോപ്യൻ മാനദണ്ഡത്തിലേക്കൊക്കെ പല കാര്യങ്ങളിലും ഉയർന്നിട്ടുള്ളതിനാൽ പല ആനുകൂല്യങ്ങളും പദ്ധതി വിഹിതങ്ങളും കേരളത്തിന് ലഭിക്കുന്നതിൽ കുറവ് വരുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് കേരളം മറ്റൊരാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ മുന്നോട്ട് വെച്ചതാണ്, അത് കൂടുതൽ ശക്തിയായി ഉന്നയിക്കുകയാണ്. വയോജനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പദ്ധതികൾ വന്നുകൊണ്ട് 3900 കോടി രൂപയിൽ അധികം സംസ്ഥാനത്തിനായി അനുവദിക്കണം. കാരണം അത്തരം വയോജനങ്ങളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് പരിരക്ഷ നൽകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിലേക്ക് വരുന്നുണ്ട്. അതിനാവശ്യമായ കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ വേണം എന്നത് അടക്കമുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എല്ലാത്തിനും അപ്പുറം കേരളം ആഗ്രഹിക്കുന്നത് പ്രധാനമായി നമ്മൾ പറഞ്ഞാൽ വിഴിഞ്ഞവും അതുപോലെ തന്നെ വയനാടുമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കടമെടുപ്പ് പരിധിയിൽ കുറച്ചുകൂടി ഉദാരമായ സമീപനമുണ്ടെങ്കിലേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൽ കണ്ണും നട്ടാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ ഇരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സൈഫുദ്ദീൻ. തീർച്ചയായും സാജു